തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആനയൂട്ടിൽ പങ്കെടുത്ത് പതിനായിരങ്ങൾ. പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ആനയൂട്ടിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഗജപൂജയും നടന്നു. പുലർച്ചെ മുതൽ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം പൂരപ്രേമികളെ കൊണ്ടും ആനപ്രേമികളെ കൊണ്ടും നിറഞ്ഞിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി ഗജവീരന്മാർ ഓരോരുത്തരും വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തി. ആനയൂട്ടിന് മുന്നോടിയായി 12,008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ക്ഷേത്രത്തിൽ നടന്നു. 8:30 ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഗജപൂജ ആരംഭിച്ചു. യഥാക്രമം 5 ആനകൾക്ക് വീതമാണ് ഒരേ സമയം ഗജപൂജ നടന്നത്. ഇതിനുശേഷം ആനകൾ ക്ഷേത്രത്തിന് അഭിമുഖമായി ആനയൂട്ടിനായി അണിനിരന്നു നിന്നു. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആനയ്ക്ക് ആദ്യ ഉരുള നൽകി. ഔഷധക്കൂട്ടുകൾ കൊണ്ടുള്ള പ്രത്യേക വിഭവങ്ങൾ കൂടാതെ 7 ഇനം പഴവർഗ്ഗങ്ങളും കർക്കിടക മാസ ചികിത്സയുടെ ഭാഗമായി ആനകൾക്ക് നൽകി. കർക്കിടക മാസത്തിൽ മനുഷ്യർക്കെന്ന പോലെ ആനകൾക്കും സുഖചികിത്സ അനിവാര്യമെന്ന് ആനചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ഗിരിദാസ് പറഞ്ഞു. 43ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട്. അലങ്കാരങ്ങളില്ലാത്ത ആനച്ചന്തം ആസ്വദിക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പതിനായിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനകൾക്കുള്ള സുഖചികിത്സ നാളെ ആരംഭിക്കും. ജനം, തൃശൂർ.